സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം ദിഗമചരതഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം ദൃഷ്ടമാത്രേ പുനരുപുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത് ബാധിതാക്ഷാത് ഗുരുഭവനപുരേഹന്ത ഭാഗ്യം ജനാനാം. നമസ്കാരം. സനാതനധർമ്മ സംഹിതകളിലെ വിജ്ഞാനശകലങ്ങൾ പങ്കുവയ്ക്കാനായുള്ള നാദശ്രീ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. ശ്രീമദ് നാരായണീയത്തിലെ മത്സ്യാവതാര ചരിതമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 5-ാമത്തെ ശ്ലോകം. പ്രാപ്തേ ത്വദുക്തേഹനി വാരിധാര പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിസ്സാർദ്ധമപാരവാരിണ്യുത്കൂർണമാന ശരണം ഏയൗ ത്വാം. സാർദ്ധം അപാരവാരിണി ഉത്കൂർണമാന വാരിണ്യുത്കൂർണമാന, വാരിണ്ണി പ്ലസ് ഉത്കൂർണമാന വാരിണ്യുത്കൂർണമാന. പ്രളയം വരും എന്ന് പറയുണ്ടായി. ആ പ്രളയം കാണിച്ചു തരാനാണ് ഈ അവതാരം. പ്രളയം ഉണ്ടാവും. 7 ദിവസം കഴിഞ്ഞിട്ടാണ് സപ്താഹം ആസേതി വദന്നയാസി. 7 ദിവസം കഴിയുമ്പോൾ പ്രളയം ഉണ്ടാവും. അന്ന് ഞാൻ അങ്ങോട്ട് ചില കാര്യങ്ങൾ പറയാം എന്ന് പറഞ്ഞിട്ടാണ് ഭഗവാൻ മറഞ്ഞത്. അപ്പം ആ 7 ദിവസം കഴിഞ്ഞ് വന്നു. പ്രാപ്തേ ത്വദുക്തേഹനി, ഗുരുവായൂരപ്പ അങ്ങ് പറഞ്ഞതായിട്ടുള്ള 7-ാം ദിവസം വന്നപ്പോൾ, പകൽ വന്നപ്പോൾ, ദിവസം വന്നപ്പോൾ, ഭൂമിതലേ വാരിധരാ പരിപ്ലുതേ, ഭൂമി മുഴുവന വെള്ളത്തിൽ മുങ്ങിയിരിക്കും സമയത്തിങ്കൽ. ഭൂമിതലേ വാരിധാരാ പരിപ്ലുതേ, സർവ്വദിക്കിലും മഴ പെയ്തിട്ട് വെള്ളത്തോട് വെള്ളം, ഒന്നും കാണാനില്ല. വേർപെടുത്തിയിട്ടുള്ള വരമ്പുകളോ കുളത്തിൻ്റെ അതിർത്തികളോ കാണാതെ വെള്ളം മാത്രം. വെള്ളമാണ് പൊന്തിയാൽ പിന്നെ അതിർത്തികൾ കാണില്ലല്ലോ, വെള്ളം മാത്രമേ ഉണ്ടാവുള്ളൂ. പരിപ്ലുതേ ഭൂമിതലേ. അങ്ങനെ ഇരുന്നപ്പോൾ എന്തുണ്ടായി? വാരിധര പരുതേ മുനീന്ദ്ര സപ്തർഷിഭി സാർദ്ധം, സപ്തർഷിമാരോട് ഒപ്പം ഈ മഹർഷി സത്യവ്രതൻ കര കിട്ടാതെ വല്ലാതെ വലയുന്നതായി കാണപ്പെട്ടു. എന്താ ചെയ്യുക? വെള്ളമായാലും അഗ്നിയായാലും കാറ്റായാലും ഈ ഭൂമികുലുക്കായാലും പഞ്ചഭൂതങ്ങളുണ്ടല്ലോ, അത് പഴച്ചാൽ പിന്നെ ആകാശമാണ്. അത് ഇടിയ മിന്നൽ, അത് പറയാനും ഇല്ല. ഒറ്റ സെക്കൻഡ് മതി ആൾ കരിഞ്ഞു പോകാൻ. ആകാശം ഏത് ഭൂതത്തിൽ നിന്നുള്ള വിഷമവും മനുഷ്യന് അസഖ്യമാണ്. അഗ്നി പിടിച്ചാൽ കിട്ടുമോ? പിടിക്കാനങ്ങോട്ട് തുടങ്ങിയാൽ പിടിച്ചാൽ കിട്ടില്ല. കാറ്റ് വീശാൻ തുടങ്ങിയാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടു നിൽക്കുക, അതിൽ പെടുക എന്നല്ലാതെ. ഇത്രയേ ഉള്ളൂ മനുഷ്യൻ്റെ ശക്തി. മനുഷ്യന് എന്തൊക്കെയോ ആയി എന്ന് അഭിമാനിക്കുകയാണ്, ഒന്നും ആയിട്ടില്ല. ഈ പഞ്ചഭൂതങ്ങളിൽ ഏത് കുലുങ്ങിയാലും, ഇത്ര അടി ഉറപ്പിച്ച് തറയിട്ട വീടാണെങ്കിലും ഭൂമി ഒന്ന് കുടഞ്ഞാൽ കഴിഞ്ഞു കഥ അല്ലേ. ഉണ്ടാക്കിയിട്ടുള്ള വീട് മുഴുവൻ തകർന്ന് തരിപ്പണോ. ഒരു പ്രയാസം ഭൂമിക്കില്ല. ഒന്നുകൊണ്ട് കുടയേ വേണ്ടൂ. അപ്പം അതാണ് ഇവിടെ വെള്ളം വല്ലാതെ എല്ലാ ദിക്കിലുമായിട്ട് ഗതി കിട്ടാതെ ഇങ്ങനെ അലയുകയാണ് ഈ മഹർഷി സത്യവ്രതൻ. നീന്തിയാലും എത്തണ്ടേ. ഉത്കൂർണമാനത്വാം ശരണം നെയോ, വല്ലാതെ ദുഃഖിച്ച് വിഷമിച്ച് വലഞ്ഞപ്പോൾ അങ്ങയെ ശരണം പ്രാപിച്ചു. കരകാണാത്ത പ്രളയജലത്തിൽ ചുറ്റിത്തിരിഞ്ഞ് കൂർണമാണ് ഭഗവാനെ നാരായണ അങ്ങയെ ശരണം പ്രാപിച്ചു. അല്ലാണ്ട് ആരാ ശരണം ഉള്ളത് ഈ ലോകത്തിൽ? പലപ്പോഴും അങ്ങനെ സഹിക്കാൻ വയ്യാത്ത വേദന വന്നാൽ നമ്മളെന്താ വിളിക്കുക? കൃഷ്ണ നാരായണ വിളിക്കുക. എല്ലാവരും ഡോക്ടറെയും കൂടി പെട്ടെന്ന് വിളിച്ചാൽ കിട്ടില്ല. പെട്ടെന്ന് കിട്ടണത് ഈശ്വരനേ ഉള്ളൂ. ഒരാശ്വാസം വിളിക്കാൻ എന്തെങ്കിലും ഒന്നും വേണ്ടേ? അപ്പോൾ ആ ഒരു ആശ്രയം ആരേ ഉള്ളൂ ചോദിച്ചാൽ നമ്മളീ കണക്കാക്കണ ഈശ്വരൻ തന്നെ ഉള്ളൂ. ഭഗവാനെ ശരണം പ്രാപിച്ചു. പ്രാപ്തേത്വദുക്തേഹനി വാരിധാര, അങ്ങ് പറഞ്ഞ ദിവസം വന്നപ്പോൾ, അഹനി ദിവസം, വാരിധാര വെള്ളത്തിൻ്റെ വല്ലാത്ത പ്രവാഹം, പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര വെള്ളത്തിൽ ഭൂമി മുങ്ങിയപ്പോൾ ഈ മഹർഷി സപ്തർഷിമാരാൽ കര കാണാതെ വിഷമിച്ചു, ചുറ്റിത്തിരിയുന്നതായി കാണപ്പെട്ടു.
സപ്തർഷിഭിസാർദ്ധം അപാരവാരിണി. കരകാണാത്ത ജലരാശിയുടെ അറ്റം കാണാതെ ചുറ്റിത്തിരിഞ്ഞ് ശരണം പ്രാപിച്ചു. ഭഗവാനേന്ന് തന്നെ വിളിച്ചു. ചില ഘട്ടത്തിൽ തന്നെ വിളിക്കല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. ധരാന്ത്വദേശകരീമവാപ്താം നൗരൂപിണീമാരുത ആരുരുഹുസ്തദാതേ തക്കംബകംബ്രേഷു ച തേഷു ഭൂയ തമംബുദേരാവിരപൂർമഹീയാൻ. വെള്ളം, സർവത്ര വെള്ളം, കര കാണാത്ത വെള്ളം ഇങ്ങനെ കണ്ടു. ത്വദാദേശകരീം, നിന്തിരുവടിയുടെ കൽപ്പന അനുസരിച്ച്. ആദേശം എന്ന് കൽപ്പന, നിർദ്ദേശം, ആജ്ഞ ഒക്കെ അർത്ഥമാണ് ഈ ആദേശം. എന്തുണ്ടായി? ഭഗവാൻ ഭൂമിയോട് ഒരു തോണിയായിട്ട് സത്യവ്രതൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറഞ്ഞു. നൗരൂപിണി, നൗ എന്ന് പറഞ്ഞാൽ നൗക എന്നുള്ളതിന് എന്താണ്? തോണി. അവാപ്താം ധരാം ആരുരുഹു, വഞ്ചിയുടെ രൂപം എടുത്ത് വന്നെത്തിയ ഭൂമിയിൽ ഭഗവാൻ കയറി. എന്നിട്ട് സത്യവ്രതൻ്റെ അടുത്തേക്ക് എത്തി. ചിലപ്പോൾ തോണിയായിട്ടാവും ഭഗവാൻ വരിക, വെള്ളത്തിൽ തോണിയായിട്ട് അല്ലേ, രോഗത്തിന് മരുന്നായിട്ട്, വിശക്കുന്ന ആൾക്ക് ഭക്ഷണമായിട്ട്, അപകടം ഉള്ള ദിക്കിൽ രക്ഷകനായിട്ട്, ഇങ്ങനെയൊക്കെ തന്നെ ഭഗവാൻ വരിക. അല്ലാണ്ട് 4 കയ്യും ശംഖും ചക്രമുള്ള രൂപത്തിൽ ഭഗവാൻ വന്നോളണമെന്ന് വാശി പിടിക്കൊന്നും വേണ്ട. ഒരു നിവൃത്തിയില്ലാതെ വിഷമിക്കുന്ന സമയത്ത് ദരിദ്രൻ്റെ മുമ്പിൽ ധനമായിട്ട് വരണു, വിശക്കണവന് ആഹാരമായിട്ട് വരണു അല്ലേ, രോഗമായിട്ടുള്ളവൻ്റെ മുമ്പിൽ മരുന്നായിട്ടാവും വരിക. അതന്നെ ഭഗവാൻ. ഒരു സഹായം നമുക്ക് കിട്ടിയാൽ അതന്നെയാണ് ഭഗവാൻ. അവിടെ ഡോക്ടറാവും ചിലപ്പോൾ ഈശ്വരൻ, നമ്മളെ രക്ഷിക്കുന്ന ആൾ അല്ലേ. അപ്പം ഇവിടെ ഭൂമിദേവി തോണിയായിട്ട് ഭഗവാന്റെ സങ്കല്പപ്രകാരം വന്നു. ഭഗവാൻ അതിൽ കയറി. ഭൂയത്വം മഹീയാനംബുദേ ആവിരാബു, വലിയ ഒരു ആകൃതി പൂണ്ട് പ്രളയസമുദ്രത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടു. ഇതാണ് മത്സ്യാവതാരം. ആദ്യത്തെ കയ്യിൽ പ്രത്യക്ഷപ്പെട്ടത് മത്സ്യാവതാരമല്ല, ഇതിനെ അവതാരം എന്ന് പറയാറില്ല. വരാൻ പോകുന്ന ഈ അവതാരത്തിനൊരു മുന്നോടി മാത്രമാണ് അത്. കയ്യിൽ പ്രത്യക്ഷപ്പെട്ടത് അവതാരമല്ല. ഇത് സമുദ്രത്തിൽ വലിയ ഒരു മത്സ്യമായിട്ട്, എത്ര വലിയതാണെന്ന് പറഞ്ഞാൽ തീരില്ല, യോജനലക്ഷ ദീർഘം, 1,00,000 യോജന എന്ന് പറഞ്ഞാൽ 1 കിലോമീറ്റർ, 3 കിലോമീറ്ററാണ് ഒരു യോജന എന്ന്. അപ്പോൾ ഇത്രയും യോജനകൾ ലക്ഷം വന്നാൽ എത്ര കിലോമീറ്റർ ഉണ്ടാവും? ആ മത്സ്യത്തിൻ്റെ വലിപ്പത്തിനെ നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല. ആ മഹിയാൻ, വലിയ സ്വരൂപത്തോട് കൂടിയിട്ട് ആകൃതി പൂണ്ട് മത്സ്യമൂർത്തിയായിട്ടുള്ള അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ആ സത്യവ്രതനെ വെള്ളത്തിൽ മുങ്ങാതെ രക്ഷിക്കുകയാണ്. തുടർന്നുള്ള കഥകൾ ആ മത്സ്യമൂർത്തി കുറേ കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയാനുള്ളത്. പ്രാപ്തേത്വദുക്തേഹനി വാരിധാരാ പരിപ്ലുതേ ഭൂമിതലേ മുനീന്ദ്ര സപ്തർഷിഭിഷാർത്ഥം അപാരവാരിണിത്യുത്കൂർണമാന. വാരിണി പ്ലസ് ഉത്കൂർണമാണ്, വാരിണ്യുത്കൂർണമാന ശരണം ജയോ ത്വാം ധരാം ത്വദാദേശകരീമവാപ്ത. അങ്ങയുടെ നിർദ്ദേശമനുസരിച്ച് ഭൂമി തോണിയായി. നൗരൂപിണിയും അതിൽ കയറാൻ പറഞ്ഞു. ഭഗവാൻ കയറി. ആരുരുഹു, 2 രു ഉണ്ട് കേട്ടോ, ചെല്ലുമ്പോൾ 1 രു വിട്ട് കളയരുത്. നൗരൂപിണിയും ആരുഹു അല്ല, ആരുരുഹു. ചിലതൊക്കെ ഉച്ചരിക്കാൻ പ്രയാസമാണ്. നൗരൂപിണിയും ആരുരുഹു പറഞ്ഞ് തന്നെ ജീവിക്കണം. ആരുരുഹുസ്തദാതേ തൽക്കംബകംബ്രേഷു ച തേഷു ഭൂയ തമംബുദേരാവിരപൂർമഹീയാൻ. നല്ലൊരു പ്രഭാതം എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.